ചേട്ടാ, എനിക്കുള്ള എമൗണ്ട് അവർ തരാമെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഫയൽസ് പെട്ടെന്ന് തരിക, കാരണം പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. ഇങ്ങനെ COS പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് 2-3 CV അയച്ചു തന്നിട്ട് ഞാൻ അയച്ചു കൊടുക്കാം. മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. വാട്സപ്പിൽ സ്റ്റോറി ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്നത് വേക്കൻസി ഉണ്ട്, ഇതുപോലാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ ചോദിക്കുന്നു. ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞ് 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു. ഓഫർ ലെറ്റർ തന്നത് ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നീരജ അമ്മൂസ് UK ആൾക്കാർക്ക് COS എന്തോ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവർ സ്റ്റോറി ഇടുകയും ആ സ്റ്റോറി കണ്ടിട്ട് വന്ന വ്യക്തികളിൽ പല ആൾക്കാരും ചതിക്കപ്പെടുകയും വിസ തട്ടിപ്പ് എന്നുള്ളൊരു സംഭവം നടക്കുകയും അങ്ങനെ ഒത്തിരി അവരുടെ പേരിൽ കുറേയധികം അലിഗേഷൻസ് ഒക്കെ വരികയും ചെയ്തു. അതിന് 10 ദിവസത്തിന് മുമ്പ് അവർ അവരുടെ ഒരു വീഡിയോയ്ക്കകത്ത് വന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമാണ്. കുറച്ച് മുമ്പും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് ഇങ്ങനെയാണ്, ഉദ്ദേശം ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ അവരുടെ വീഡിയോയുടെ ഒരു 3 മിനിറ്റ് മാത്രം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വ്യൂസ് കിട്ടിയിട്ടുണ്ട്, അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഇപ്പോഴും ഞാൻ നീരജ എന്നുള്ള വ്യക്തി ചെയ്ത ആ ഒരു കോൺടാക്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ മറ്റൊന്നും ഞാൻ പറയുന്നുമില്ല. പക്ഷേ അവർ കാരണം ബാധിക്കപ്പെട്ട ആ ഒരു വ്യക്തി പറയുന്ന 100% ജെന്യൂൻ ആണെന്നുള്ള കാര്യം തെളിയിക്കുന്ന തരത്തിൽ അതിൻ്റെ വ്യക്തമായ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കേട്ട് നോക്കണം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് ഇങ്ങനെയാണ്, അത് 3 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ അവരെന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 3 മിനിറ്റിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, 30 ലക്ഷത്തിലധികം രൂപ ഇവരുടെ വാക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് പൈസ കൊടുക്കുകയും അതിനായിട്ട് ഫേക്ക് ആയിട്ടുള്ളൊരു ഓഫർ ലെറ്റർ അടക്കം വരികയും തിരിച്ച് ചോദ്യം ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുകയും ആ വ്യക്തി വളരെ കഷ്ടപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം അറിയുന്നത്, ഇതിനകത്ത് ഏതോ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അച്ഛൻ എന്തോ ഇതിൻ്റെ വേദന കാരണം തന്നെ മരണപ്പെട്ടു എന്നുള്ളതൊക്കെയാണ്. അതായത് ഗുരുതരമായ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത്, അവരുടെ അന്നത്തെ വീഡിയോക്കകത്ത് വ്യക്തമായി നീരജ പറഞ്ഞു പോകുന്നത് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെ എന്തുമാത്രം വോയിസ് ക്ലിപ്പ് എന്നറിയാമോ? അതിനകത്ത് വ്യക്തമായി ഇവരെ കൊണ്ട് പൈസ കൊടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവർക്കുള്ള പൈസ അവർ തരുമെന്ന് ഈ നീരജ തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം. എന്തുമാത്രം കള്ളത്തരങ്ങളുടെ മേൽ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം. ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വ്യക്തി യാത്ര ചെയ്യുന്നു, എന്ത് വസ്ത്രം ധരിക്കണം, അല്ല ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കണം, വീട്ടുകാരെ കൊണ്ടുപോകണോ നാട്ടുകാരെ കൊണ്ടുപോകണോ, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യണോ, അതൊന്നും നമ്മൾ ആരും ചോദ്യം ചെയ്തില്ല. പക്ഷേ അവരുടെ മേൽ വന്നേക്കുന്ന ഒരു ആരോപണം എന്ന് വെച്ചാൽ വളരെ ഗുരുതരമാണ്. അതിനകത്ത് ബാധിക്കപ്പെട്ട ആ വ്യക്തി, മറ്റു കുറച്ച് ആൾക്കാർ എന്നെ കോൺടാക്ട്, അയാൾ 2 ദിവസത്തോളം ഒരു ട്രക്കിലൊക്കെയാണ് കിടന്ന് ഉറങ്ങേണ്ടി വന്നത്. അത്രയും ഗതികെട്ടൊരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങളോട് കടന്നു പോയതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ശേഷം ആ ഒരു വോയിസ് ക്ലിപ്പുകൾ മൊത്തം പ്ലേ ചെയ്യാം, നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ, നീരജ ഇത് കേൾക്കുവാണെങ്കിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കളുടെ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ട് വെൽ ട്രീറ്റ് കൊടുക്കുന്നു. എന്നിട്ട് താങ്കൾ എന്ന് പറയുന്നൊരു ഷോർട്സിനകത്ത് ഞാൻ കണ്ടു, നാട്ടിൽ എന്നെ കുറ്റം പറയുന്നവർ അവർ കാണണം, അവരെ കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പ്രൗഡായിട്ടും നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യത്തിന് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, നിങ്ങൾ തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞ കെയർ ഹോമിൻ്റെ എന്തോ ഇതിനകത്ത് നിൽക്കുന്ന പൈസ കൊണ്ട് ഇത്രത്തോളം ഒന്നും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇന്നലെ താങ്കളെ കുറിച്ചിട്ട് വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ UK വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചതും ഇതേ കാര്യമാണ്. ഇതിനും മാത്രമുള്ള വരുമാനം അവിടെ കിട്ടാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം വരുമാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എത്ര ലക്ഷം രൂപയുടെ വരുമാനം വേണം എന്നുള്ളതടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ താങ്കൾ ഇവിടെ ചോദ്യം മുന്നിൽ നിൽക്കുന്നത് മാത്രമല്ല, താങ്കളുടെ വീഡിയോ തന്നെ താങ്കൾ പറഞ്ഞു ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തതേ ഉള്ളൂ എന്ന്. പക്ഷേ താങ്കൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് അവർ പൈസ തരാമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം എന്നൊക്കെ. പിന്നെ അതിനുശേഷം ഇവരെ കൊണ്ട് പൈസ കൊടുപ്പിക്കാൻ വേണ്ടി താങ്കൾ ചെയ്യുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് അടക്കമുണ്ട്. അതിൽ ചിലത് മാത്രം തൽക്കാലം ഞാൻ പുറത്തു വിടാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ. സോ ഗൈസ്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചേട്ടാ, എനിക്കുള്ള എമൗണ്ട് അവർ തരാമെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഫയൽസ് പെട്ടെന്ന് തരിക, കാരണം പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. ഇങ്ങനെ COS പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് 2-3 CV അയച്ചു തന്നിട്ട് ഞാൻ അയച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ COS കിട്ടുമെന്നാണ്. അതിൻ്റെ ഇടയിൽ തന്ന തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മൾ 1-2 ദിവസം കൂട്ടി, അതായത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് 12 days ആണ്. എന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് 15 days ആണ്. ഒരു ദിവസം അങ്ങനെ കൂടി പോയാലോ എന്നാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞത് 15 days ആണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ്ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ്ഡേ COS കിട്ടും, അത്രയും പ്രഷറുണ്ട്, തേഴ്സ്ഡേ COS വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ്.
ഞങ്ങളുടെ അല്ല അവരുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ കാണിച്ചത് നല്ല ഉടായ്പായിരുന്നു. എനിക്കത് നല്ല രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ബാക്കി ബാലൻസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവർ, പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ ആയിട്ട് സംസാരിച്ചു. ഞാൻ കോൺഫറൻസിലുണ്ടായിരുന്നു, അവിടെ ഹോമിൽ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഹോമിലല്ല മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ്, വേറെ ഏജൻസികൾ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡീല് തന്നെ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ്. സോ ആ ഒരു നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ 2 ഓപ്ഷൻ തരാം, ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെൻറ്റ് വന്ന് COS കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ലൈസൻസ് നമ്പറും അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും മണ്ടേയിൽ അയച്ചു തരാം, പക്ഷേ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ എമൗണ്ട് തന്ന് COS കളക്ട് ചെയ്യണം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. അയ്യോ ബ്രോ, അതിനകത്തിലെ ഇൻസിഡന്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിൽ. വാട്സപ്പിൽ സ്റ്റോറി ഇട്ടതിരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട്, ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ വയ്ക്കുന്നു, ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞു, 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു, ഓഫർ ലെറ്റർ തന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അപ്പോഴും തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജയുടെ അടുത്ത്. അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി, ഇല്ലാതെ സോർട്ട് ചെയ്യാതെ അവർ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും. അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് COS, അതായത് മറ്റേ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു COS ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ അത് അയച്ചത് നമുക്ക് വെരിഫൈ ആണെന്ന് ഓപ്ഷൻ ഇല്ല, COSൽ വെരിഫൈ ആണ് ഓപ്ഷൻ. അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു. അപ്പോഴത്തേനും ആദ്യ പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു, നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത്. അതിനുശേഷം ആ സമയപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞു അവനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീരജ എന്നോട് പറഞ്ഞു നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് അവൻ്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ് എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ, തെറി പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഫേക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു. എനിക്ക് തെറി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു അങ്ങനെ സംസാരിച്ച കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നീരജ പറഞ്ഞവരാ പേയ്മെൻ്റ് കൊടുത്തു. അതിനുശേഷം ഫേക്ക് COS തന്നു. നമ്മളിത് ഫേക്കാന്ന് അറിയുന്നില്ല. നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു. അവരുടെയൊക്കെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തരത്തിലും 8 പേരുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. 8 പേരുടെ ഒരു 15 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു 15 അല്ല 16 രൂപ കണ്ട് മേടിച്ചു. അതിലെ ചില കാൻഡിഡേറ്റ്സിൻ്റെ നിന്ന് നമ്മൾ 15 മേടിച്ചുള്ളൂ, എന്നിട്ട് ഇവർക്ക് 16 കൊടുത്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. വേറൊരു ഹോമിലിട്ട് ആ ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് വന്ന ഡിലേ വന്നത്, ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് നമ്മൾ തന്നെ വിചാരിച്ചു കയ്യിൽ നിന്ന് പൈസ കൊടുത്താണെങ്കിൽ അത് കയറിപ്പോട്ടെ. അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മുടെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ 15 നമുക്ക് കൈ കിട്ടിയത് പോലും നമ്മൾ 16 ഇവർക്ക് കൊടുത്തു. 16 ലക്ഷം രൂപ ഒരു കാൻഡിഡേറ്റിന് വീതം കൊടുത്തു. ചിലത് 16 നമുക്ക് കിട്ടിയതുണ്ട്, 16 കിട്ടിയതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് കുറവ് കിട്ടിയത് പോലും നമ്മൾ കൊടുത്തതുണ്ട്. 15 കിട്ടിയിട്ട് നമ്മൾ 16 ഇവർക്ക് കൊടുത്ത് COS എടുത്തതൊക്കെ ഉണ്ട്. അതിനകത്തൊരു SIയുടെ വൈഫ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെയും കൊടുത്തു, പക്ഷേ ഫേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഫേക്ക് റിജക്ഷൻ വന്ന പാടെ ഞാൻ നീരജനെ കോൺടാക്ട് ചെയ്ത് കാൻഡിഡേറ്റിനെ വിളിച്ച് കരച്ചിലായി. അപ്പോൾ നീരജനെ കോളിൽ ഇട്ടപ്പോഴത്തേനും നീരജ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിഞ്ഞ് സംസാരിച്ചു. നീരജ ഒന്നും അറിഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ നീരജ എനിക്ക് ഓഫർ ലെറ്റർ നീരജ അയച്ചു തന്നു. നീരജയാണ് അക്കൗണ്ട് നമ്പർ അയച്ചു തരും, നീരജാണ് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നത്, നീരജാണ് എനിക്ക് ആദ്യം COS ഡ്രാഫ്റ്റ് തരുന്നത്. ഇതെല്ലാം ചെയ്തത് നീരജ തന്നെയാണ്. അതിൻ്റെയൊക്കെ പ്രൂഫ് എൻ്റെ കയ്യിൽ ഉണ്ട് താനും. പക്ഷേ അതിനുശേഷം ഇത്രയും പേരുടെ വിഷയം വന്നപ്പോൾ നമുക്ക് പിന്നെ നിൽക്കക്കള്ളി ഇല്ലാതെ നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറ്റുന്ന പോലെ വീട് വിൽക്കാൻ പറ്റുന്ന, വസ്തു വിൽക്കാൻ പറ്റുന്ന, എന്തൊക്കെയാണോ നമുക്ക് വിറ്റ് പറക്കാൻ പറ്റുന്നത് അതെല്ലാം വിറ്റ് പറക്കി നമ്മളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും പൈസ കൊടുത്തു. പക്ഷെ അത്രയും പൈസ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നിൽക്കാൻ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാലറിയും റെൻറ്റും കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്ന് നമ്മൾ പിന്നെ കുത്തിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരുടെ പേയ്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇവർക്ക്. അപ്പോൾ ഏതാണ്ടുള്ള കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു
വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് ഹതഭാഗ്യനായിട്ടൊരു വ്യക്തി സംസാരിക്കുന്നു. ഇതുപോലെ തന്നെ നേരിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവരൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം പൈസയാണ് പോയിരിക്കുന്നത്. ഒരാൾക്ക് ഉപകാരം ഉണ്ടായിട്ടൊന്നും ഇല്ലെന്ന് മാത്രം 30 ലക്ഷത്തോളമൊക്കെ പറയുന്ന പൈസ കുറേ അധികം ആൾക്കാരുടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം പൈസയായിട്ട് മാറി എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ കോടികളുടെ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിനകത്ത് എത്ര ലക്ഷം രൂപയോ എത്രയോ ലക്ഷമോ കോടിയോ ഒക്കെ ഈ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞാൽ എനിക്കൊരു 10 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്നോട് സംസാരിച്ചൊരു വ്യക്തി പറഞ്ഞൊരു കാര്യം, അവരതിനകത്ത് നിന്ന് കമ്മീഷൻ മേടിക്കുകയും മേടിക്കാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ, അതൊരു വിഷയമല്ല. അവിടെ പലരും ബിസിനസ്സാണ്, ആ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ചിലവുകളും വളരെയധികം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അതിന് അങ്ങനെ വാങ്ങിയേക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, തൊഴിലിൻ്റെ ഭാഗമായിട്ടും അവിടെ ഇത് നടക്കുന്നത് കാര്യമാണ്. എന്നാൽ അവർ എന്താണോ പറഞ്ഞത് ആ വാക്ക് പാലിക്കാൻ അവർ ബാധ്യസ്ഥയാണ്. ആ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല, അവസാനം അവരോട് തട്ടിക്കയറുകയും അവർക്കെതിരെ തരത്തിൽ സംസാരിക്കുകയും അവരോട് എനിക്കിതൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം കൈയൊഴിയുകയും ചെയ്തു എന്നുള്ള കാര്യമാണ്. വളരെ ഗുരുതരമല്ലേ? നാളെ നീരജ മറ്റൊരു രാജ്യത്തൊക്കെ താമസിക്കുന്ന ഒരാളാണ്. നാളെ നിങ്ങൾക്കൊരു ആവശ്യം വരും. ഇവിടുത്തെ മലയാളികളടക്കമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. പണ്ട് UAE ആണ് നമ്മുടെ കൊച്ചി കേരളം അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ UK പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോറിക്ഷയും നമ്മുടെ തട്ടുകട അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ അധികം ആൾക്കാർ എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുള്ള കാര്യം, ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഇത്രയും പൈസ കൊടുക്കുന്ന പൈസ മതി, ഇതിൻ്റെ പകുതി പൈസ പോലും വേണ്ടി വരത്തില്ല, ഇതിനെക്കുറിച്ചുള്ള കോഴ്സുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് അതിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. എന്തിനാണ് ഈ ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നതെന്നും കുറേ അധികം ആൾക്കാർ എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചു. ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുക, പെട്ടെന്ന് ആരെങ്കിലും പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പറ്റും, ചിലപ്പോൾ വീട്ടിൻ്റെ ആധാരമായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കെട്ടുതാലിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരുടെ നിന്ന് പലിശക്കെടുത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വളരെ മീറ്റർ പലിശയ്ക്കും വട്ടി പലിശയ്ക്കും എടുത്തായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരിക്കും. എന്തായിരുന്നാലും നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന പൈസ ഇത്തരക്കാരുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അത് എന്താണ് ഏതാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാതെ ചെയ്യരുത്. ആരെങ്കിലും ഇട്ട വാട്സാപ്പ് സ്റ്റോറിയും ആരെങ്കിലും ഇട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഒക്കെ ആയിട്ട് വന്ന് നിങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ദയവായി നിങ്ങൾ മാത്രമല്ല അഫക്റ്റഡ് ആവുന്നത്, ആ പൈസ നിങ്ങൾക്ക് തന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ സ്വന്തം വീട്ടുകാരടക്കം സമൂഹത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നൊരു അവസ്ഥ വരും. പിന്നെ തൊലിക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള തൊലിക്കട്ടി ഉള്ളവർക്ക് എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും ഈ ലോകം കീഴ്മേൽ മറിഞ്ഞെന്ന് പറഞ്ഞാലും അവരത് ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ നടക്കും. അവർ പിന്നെ വന്നിരുന്ന ഇരവാദവും മറ്റു സംഭവങ്ങളൊക്കെ എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയും. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അത് എങ്ങനെ ചിലവാക്കണമെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഈ കുറുക്ക് വഴികളിലേക്ക് ആൾക്കാർ പറയുന്ന കാര്യത്തിനകത്ത് പെട്ടെന്നൊന്ന് വീഴാതിരിക്കുക. ഇതൊരു റിക്വസ്റ്റാണ്. എനിക്ക് ആരെ ഉപദേശിക്കാനുള്ള കഴിവോ ഒന്നുള്ള ഒരാളൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം ആ വ്യക്തിയുടെ വോയിസ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എത്രമാത്രം നിരാശയിലാണ്, എത്രമാത്രം വേദനയിലാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ പുള്ളിക്കാരത്തിൽ പറയുന്നത് എനിക്ക് പൈസ അവർ തരുമായിരിക്കും എന്നുള്ള കാര്യവും ഇവരെ വളരെ ഫാസ്റ്റായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറയിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പം സയൻസിനെ വിശ്വസിക്കുന്നവർക്കും ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ താല്പര്യമില്ലാത്തൊരു കാര്യമായിരിക്കാം ഈ കർമ്മ എന്നുള്ള സാധനം. കർമ്മ എന്നുള്ള സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ചുറ്റുപാട് സമൂഹത്തിൻ്റെ അകത്ത് എവിടെ നോക്കിയിരുന്നാലും ചിലയിടത്തെങ്കിലും നമ്മൾ കാണാൻ പറ്റുന്ന ചില സാറ്റിസ്ഫൈഡ് മൊമെൻറ്റ്സ് ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കർമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ റീൽസ് നമ്മൾ കാണുന്നില്ലേ? ഈ ദുഷ്ടനെ പന പോലെ വളർത്തുകയും പിന്നെ വെട്ടിവീഴ്ത്തുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലരുടെ ലൈഫിൽ കാണാറുണ്ട്. അവരെത്രത്തോളം വളർന്ന് വലുതായാലും അവർ വെട്ടി വീഴപ്പെട്ട കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നല്ല, അങ്ങനെ ചെയ്തിട്ടുള്ളവർ, ഞാൻ ഒരാളെ പേരെടുത്ത് പറയുകയോ ഒരാളെയും അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ട് പറയുന്നതല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ആൻസർ പറയേണ്ടി വരും. സോ ഇപ്പോൾ പാറിപ്പറന്ന് ബട്ടർഫ്ലൈ ആയിട്ട് നടക്കാം, പക്ഷെ നാളെ മറ്റൊരുത്തൻ്റെ കണ്ണുനീരും അതിന് മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.